സ്വർണ്ണ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഞങ്ങൾ ഗഡിസർ ലേക്കിലേക്കാണ് വന്നത്. ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലമാണിത്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മള് മൂന്നാമത്തെ ദിവസമാണ് രാജസ്ഥാനില്. ജയ്പൂരിൽ നിന്ന് നമ്മള് ജയ്സാൽമീർ വന്നിട്ടുണ്ട്. ജയ്പൂരിൽ നിന്ന് 4:30 ട്രെയിനില് ജയ്സാൽമീർ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 5:30 5:15 പൊരിഞ്ഞ തണുപ്പാണ് അല്ലേ? ഈ ടൈമില് വരികയാണെങ്കിൽ ഇന്ത്യന്റെ ടൈമിൽ വരികയാണെങ്കിൽ തണുപ്പിനുള്ള സാധനങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എഴുതണം. നല്ല തണുപ്പാണ്. ഗ്ലൗ ഒക്കെ എടുത്ത് വരിക. ഇനി ഞങ്ങള് നേരെ ഒരു റൂം എന്തെങ്കിലും നോക്കിയിട്ട് സഫാരി ഡെസേർട്ട് സഫാരിക്ക് പോകാനാണ്. ഓക്കെ. ജയ്സൽമീർ ഫോർട്ടിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അങ്ങോട്ട് 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളൊരു ടാക്സി എടുത്തിട്ടാണ് പോകുന്നത്. 60 രൂപയാണ് ഞങ്ങൾക്ക് ടാക്സി ചാർജ് ആയത്. രാജസ്ഥാനിലെ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ ആദ്യം തന്നെ വന്നത് ഇവിടെ ഒരു കോട്ടയിലാണ്. പിന്നെ രാജസ്ഥാനിലെ മൂന്നാമത്തെ ജയ്സൽമീറില് പിന്നെ ഇവിടെ ഈ ഒരു കോട്ട എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫോർട്ട്, അതായത് സ്വർണ്ണ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ ഒരു കൊട്ടാരം മണലിൽ നിന്നുണ്ടാക്കിയ പിന്നെ മണൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോട്ട ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇതിന്റെ ഒരു ഗോൾഡൻ കളറാണ് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി കോട്ടയാണ്. ഇതിനുള്ളിൽ പിന്നെ 12-15 നൂറ്റാണ്ടുകൾ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ സൊണാർ കില അഥവാ ഗോൾഡൻ ഫോർട്ട് എന്നൊരു വിളിപ്പേര് കൂടി ഈ കോട്ടക്കുണ്ട്. കൊണാർക്കില ഫോർട്ടിലെ ഒരു അത്തർ ഷോപ്പ്, ചെറുതിന് 200-ഉം വലിയ ബോട്ടിൽ 500-ഉം. ഒരു പപ്പറ്റ് ഷോപ്പ്, നമ്മളെ പാവകളിന്റെ. ഇതിനൊക്കെ എത്ര വില ബൈ? എത്ര വിലക്ക? 250 ഉറുപ്പ്യ ഒന്നിന്. പേരാ കൈസ രസണ്ടല്ലേ? ഇതുപോലുള്ള ഗേറ്റുകളാണല്ലേ നമ്മൾ രാജസ്ഥാനിൽ കണ്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ കോട്ടയിലുള്ള ഗേറ്റുകളാണിത്. ഇത്രയും വലിയ ഗേറ്റുകൾ അന്നത്തെ കാലത്ത്, അതും ഇരുമ്പിന്റെ അടിപൊളി ഗേറ്റുകൾ അല്ലേ. ബൈക്ക് വണ്ടി ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതും വണ്ടി പോയാലും ഹോണോട് ഹോണാണ്. ലോകത്തിൽ തന്നെ അപൂർവമായി കാണുന്ന ഒരു ലിവിംഗ് ഫോർട്ട് ആണിത്. അതായത് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുപരി ജയ്സാൽമീറിലെ പഴയ നഗര ജനസംഖ്യയുടെ 1/4 ഇന്നും ഈ കോട്ടക്കുള്ളിലാണ് താമസിക്കുന്നത്. കോട്ടക്കുള്ളിൽ വീടുകളും കടകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം രാജസ്ഥാനിലെ തനത് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന നിരവധി ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. കോട്ടയിലുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്.
നമ്മളെ ജയ്പൂര് പിങ്ക് സിറ്റി ആണെങ്കിൽ ജയ്സൽമീർ ഗോൾഡൻ സിറ്റിയാണ്. മൊത്തം ഗോൾഡൻ കളറിലുള്ള ബിൽഡിങ്സ്, നല്ല വ്യൂ. ഫോർട്ടിന്റെ മുകളിലുള്ള ഒരു സൺറൈസ് പോയിന്റ് ആണ്, നല്ല വ്യൂ ആണ്. ജയ്സൽമീർ മൊത്തം ഇങ്ങനെ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു 180 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. ഇവിടുന്ന് സൺറൈസ് ഒക്കെ കാണാൻ അടിപൊളിയാവും. സൺറൈസ് പോയിന്റും കൂടിയാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളില് സ്റ്റേക്കുള്ള ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു. കോട്ടന്റെ ഉള്ളിലുള്ള കുറെ കടകളുണ്ട് കേട്ടോ. ഷോപ്പ്, ഡ്രസ്സ്, അതുപോലെ തന്നെ പല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പണ്ട് മുതലും ഇതുപോലെ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും നിലനിർത്തി പോരുണ്ട് അവര്. ഫോർട്ടിന്റെ ഉള്ളിലുള്ള ജെയിൻ ടെമ്പിൾ ആണ്. അടിപൊളി ആർക്കിടെക്ചർ ഒക്കെയാണ്. നല്ല ചെറിയ ചെറിയ കൊത്തുപണികൾ. രാജ്മഹൽ, ജൈന ക്ഷേത്രങ്ങൾ, ലക്ഷ്മിനാഥ് ക്ഷേത്രം, ഹവേലികൾ തുടങ്ങിയവയാണ് കോട്ടയ്ക്കുള്ളിലെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. ഒരു ജൈന ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അതിമനോഹരമായ വാസ്തുശൈലിയായിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് ബാഗോ ഫോണോ മറ്റൊന്നും അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല. ഫോർട്ട് പോയി വന്നു. ഞങ്ങള് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒന്നിച്ച് കഴിക്കണം. പൂരി പിന്നെന്താ ഒന്നിനെത്ര വരുന്നേ? പൂരി ഭാജിക്ക് 4 പൂരി ഉണ്ട്, ഒരു ഭാജി കറി. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള കറി. നമുക്ക് 2 ഫ്രണ്ട്സിന് കിട്ടി പറഞ്ഞോ. നമുക്ക് നേരത്തെ ജയ്സൽമീർ ഫോർട്ട് പോയപ്പോൾ നമുക്ക് 2 ദോസ്തുകൾ കിട്ടി. ഇവരെ നമ്മൾ ജയ്പൂരിൽ നിന്ന് കണ്ടിരുന്നു, പക്ഷെ വീണ്ടും ഇവിടുന്ന് ജയ്സൽമീരിൽ നിന്ന് കണ്ടു. പയ്യോളിക്കാരനാണ് സുഹൈൽ, രണ്ടുപേരും. ഇവര് കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ കറങ്ങുന്ന ടീമാണ്. 10-25 ദിവസമായിട്ട് കറങ്ങാണ്. ഇവരെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്, വൈകാതെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. വൈകാതെ നാളെ കയറ്റി തിരിച്ച് നാട്ടിലോട്ട് പോകുന്നുണ്ട് അല്ലേ. ഹനുമാൻ ചൗരാഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ജീപ്പ് കയറിയിട്ടിപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ വേണ്ടിയിട്ട് അത് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അതായത് ജയ്സൽമീർ ഫോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ മാറിയാണ് ഈ ഹനുമാൻ ചൗരാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജംഗ്ഷനുള്ളത്. അതായത് ഈ ഹനുമാൻ ചൗരാഹ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഷെയർ ടാക്സി ജീപ്പുകളൊക്കെ നമുക്ക് കിട്ടുക. ഡെസേർട്ട് സഫാരിക്ക് പോകാനും അവിടെ സ്റ്റേ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഷെയർ ടാക്സി ഒക്കെ ഉണ്ടാവുക ഈ സ്ഥലത്ത് നിന്നാണ്. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമ്മളൊരു ടീമിനെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. ഈ സ്റ്റേക്ക് വേണ്ടി സ്റ്റേയും ഡെസേർട്ട് സഫാരിയും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ് പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞത് നമ്മളോട് സാംഡോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താനാണ്. അപ്പോൾ ഈ ഹനുമാൻ ചൗരായിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര, ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ദൂരം. അത് നമ്മൾ 52 കിലോമീറ്ററൊക്കെ നമ്മൾ നല്ല റോഡാണ്, നല്ല ഡെസേർട്ടിലല്ല, നല്ല സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് നമ്മൾ ഒരു കുഴപ്പമില്ലാതെ എത്തും. പിന്നെ ഇവിടേക്ക് നമ്മളോട് എത്താൻ പറഞ്ഞു. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി ഉള്ളിലേക്ക് ഡെസേർട്ടിലേക്ക് മാറിയിട്ടാണ് നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത്. ഈ സാംഡ്യൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ ജീപ്പ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യുക ചെയ്ത്. ഞങ്ങളെ ലഗേജൊക്കെ റൂമിൽ വെച്ചിപ്പോൾ ഡെസേർട്ട് സഫാരിക്കായിട്ട് പോകാൻ ഡെസേർട്ടിലേക്ക് ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക്
നമ്മളവരെ ജീപ്പിൽ കൊണ്ടുപോകും. ഇതൊക്കെ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡാണ്. ഒരാൾക്ക് ഏകദേശം 1000 രൂപയാണ് പാക്കേജിൽ വരുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുത്തിട്ടാണ്. ഇവർ 2000 1500 പറയുന്നത്. കുറേ ബാർഗെയിൻ ചെയ്തിട്ട് ഈ പൈസ ഒക്കെ നമുക്ക് കിട്ടും. ഡെസേർട്ടിലുള്ള മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഒന്ന് ക്യാമൽ സഫാരി, ജീപ്പ് സഫാരി, പിന്നെ നമ്മുടെ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ 4 വീലുള്ള ആ ബൈക്കിലുള്ള ആ റൈഡ്. ഇത് മൂന്നാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാറുള്ളത്. ഇതിൽ ക്യാമൽ സഫാരി നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡാണ്. നമ്മളെ 1000 രൂപേൻ്റെ പാക്കേജിൽ ക്യാമൽ സഫാരി ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഏകദേശം നമ്മൾ 10 കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല, 10 കിലോമീറ്റർ ഒരു ജീപ്പ് സഫാരി അത് നമുക്ക് കിട്ടി. പിന്നെ ഉള്ളത് അതിന് പുറമെ വരുന്നതാണ് ആ 4 വീലറുള്ള ബൈക്ക്. അതിന് എക്സ്ട്രാ ചാർജ് വരും. ബാക്കിയൊക്കെ നമ്മളെ സ്റ്റേയും ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡാണ്. ഡെസേർട്ടിലെ സൺസെറ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 7:30 കൂടി തന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടേക്ക് എത്തിയപ്പോഴുള്ള സ്വീകരണമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ അവിടുന്ന് നമുക്കൊരു ചെറിയ സ്നാക്സും ചായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, DJ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡിന്നർ. DJ Rohit Raj. അങ്ങനെ ഗോൾഡൻ ഫോർട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ആ ഗോൾഡൻ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലൊരു 200 മീറ്റർ പോയാൽ തന്നെ നല്ല ഫുഡുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നല്ല
ന്യൂ രാജസ്ഥാനി ഹോട്ടൽ. അവിടെ പോയിട്ട് ഞങ്ങൾ നല്ല പൂരി കഴിച്ചു, പൂരി സബ്ജി കഴിച്ചു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടു. പൂരി ഭാജി. എന്നിട്ട് അവിടുന്ന് നമ്മൾ ബസ് സ്റ്റേഷനിൽ നമ്മൾ അടുത്ത് നമ്മൾ പോകാനുള്ളത് ഡെസേർട്ടിക്കായിരുന്നു. അപ്പോൾ ഡെസേർട്ടിക്ക് വണ്ടി എടുക്കുന്ന സ്ഥലമുണ്ട്, ഈ ഷെയർ ടാക്സി ഒക്കെ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്. അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അത് 150 രൂപയാണ് ഉണ്ടായിരുന്നത്. ഒരു 7 പേര് ഞങ്ങൾ ആ ഹോട്ടലൊക്കെ കൊള്ളിച്ചിട്ട് അവിടെ പോയി. ആ സ്ഥലത്തിന്റെ പേര്, ഈ ഷെയർ ടാക്സി ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ പേരാണ് ഹനുമാൻ ചുരാഹ. ഹനുമാൻ ചുരാഹ എന്ന് ആ പേരുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഷെയർ ടാക്സി ഉണ്ടാവുക. ഷെയർ ടാക്സിക്ക് ഞങ്ങൾക്ക് മൊത്തമായിട്ട് വന്നത് 1200 രൂപയാണ് വന്നത്. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. അതിപ്പോ ജീപ്പില് അത് 7 അല്ല, ജീപ്പിൽ ഒരു 12 പേരൊക്കെ പോകും. ഏകദേശം 10 പേരൊക്കെ എന്തായാലും മിനിമം പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറച്ച് കൊടുത്താലും മതി. ഒരു 100 രൂപ ഒക്കെ കൊടുത്താലും മതി. ഞങ്ങൾക്ക് 7 ആയതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ 1200 രൂപ കൊടുത്തിട്ടാണ് പോയത്. അത് അവിടുന്ന് നേരെ ഈ ഹനുമാൻ ചുരാഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ പോണേ സാം ഡ്യൂൺസ് അല്ലെ, സാം ഡ്യൂൺസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുക. അവിടുന്നാണ് പിന്നെ ഈ ഡെസേർട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോവുക. നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തിരുന്നു. ഒരു പാക്കേജുകാരനൊക്കെ വിളിച്ചിട്ട് ഡീലാക്കിയിരുന്നു. നമുക്ക് ഏകദേശം ഒരു 1000 രൂപ ചിലവിലാണ് വന്നത് പാക്കേജിൻ്റെ റേറ്റ്. അതിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു ഡെസേർട്ട് സഫാരി ഉണ്ട്. ഇവിടുന്ന് ഒരു വല്ല റിസോർട്ടിലുള്ള അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോകും, ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക്. അവിടുന്നാണ് ഈ സഫാരിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അവിടെ ക്യാമൽ സഫാരി ഉണ്ട്, പിന്നെ ഒരു മറ്റേ ജീപ്പ് റൈഡ് ഉണ്ട്, പിന്നെ നമ്മൾ ആ ചെറിയ കുട്ടികളൊക്കെ ഓടിക്കുന്ന 4 ചക്രമുള്ള ആ വണ്ടി അല്ലേ, മരുഭൂമി കൂടെ ഒക്കെ പോണ ഒരു വണ്ടി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. മറ്റ് ഈ ക്യാമൽ സഫാരിയും ഈ ജീപ്പ് സഫാരി നമുക്ക് ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. ഈ 1000 രൂപേൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ഉണ്ട്. പിന്നെ നമുക്കൊരു ബൊഫെ, ഒരു ഡിന്നർ അവർ തരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും തരുന്നുണ്ട്. പിന്നെ ഒരു ഡി ജെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനി ഒരു കൾച്ചറൽ പ്രോഗ്രാം ചെറുതും അതും ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രോഗ്രാം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ അല്ലേ. പിന്നെ ഡിന്നർ കഴിച്ചിരിക്കുന്ന ഒരു സമയം. പിന്നെ അതേപോലെ തന്നെ റൂമുകളുണ്ട് അല്ലേ, 2 റൂമുകളുണ്ട്. ഏതാണ്ട് നമ്മൾ സ്റ്റേ ടെന്റിലാണ് വരുന്നത്. ഏതാണ്ട് 40ഓളം ടെന്റ് ആൻഡ് റൂമുകളായിട്ട് 40ഓളം ഉണ്ട് ഇവിടെ. നല്ല അത്യാവശ്യം മോശമില്ലാത്ത ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ, അത്യാവശ്യം മോശമില്ലാത്ത സർവീസൊക്കെ തരുന്ന ഒരു ടീമാണ് ഇവർ. ഇവരുടെ പേരെന്തേലും ഡെസേർട്ട് ക്യാമ്പ് സഫാരി അങ്ങനെ ഒരു ടീമല്ലേ, ഡെസേർട്ട് ക്യാമ്പ് സഫാരി റിസോർട്ട്സ് അങ്ങനെ എന്തോ ഒരു പേരാണല്ലേ. അതെ, ഒരുപാട് റിസോർട്ടുകൾ കാണാൻ പറ്റും. ഏകദേശം 2-3 കിലോമീറ്റർ ക്യാമ്പ് വരുന്നത്. റിസോർട്ടുകളൊക്കെ വരുന്നത് അവിടുന്നാണ്. പിന്നെ അവര് ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ ഡെസേർട്ടിലേക്കാണ് ഈ 10 കിലോമീറ്റർ വന്നിട്ടുള്ളത്. അതെ, ഡെസേർട്ട് സഫാരി അങ്ങനെ 10 കിലോമീറ്റർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാനാണ് ഇപ്പോൾ പ്ലാൻ. രാവിലെ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ് ഇവിടുന്ന് ജയ്സൽമേർ തന്നെ തിരിച്ചു പോകാനാണ് പ്ലാൻ. നാളെ പിന്നെ വഴിയെ കാണാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം. ഡെസേർട്ട് നൈറ്റ് സഫാരി ക്യാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ തിരിച്ച് ജയ്സൽമേറിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്.
അപ്പോൾ പോരുന്ന വഴിയിൽ നമുക്ക് പാരാസൈലിംഗ് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ജയ്സൽമീറിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഗഡിസർ ലേക്കിലേക്കാണ് വന്നത്. ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ഫോർട്ടിലൊക്കെ പോയി. ഈ ഗഡിസർ ലേക്ക് ഇവിടെ അടുത്ത് തന്നെ ടൗണിൽ തന്നെയാണ്, കുറച്ച് 2 കിലോമീറ്റർ മാറിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് എൻട്രൻസ് വരുന്നത് ലേക്കിലേക്കുള്ള. റോട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ നടന്നാൽ നമ്മൾ ലേക്കിലേക്ക് എത്തി. ഗഡിസാർ തടാകം അല്ലെങ്കിൽ ഗഡിസാഗർ എന്നും വിളിക്കാറുണ്ട്. മരുഭൂമിയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ജയ്സാൽമേർ നഗരത്തിന്റെ സ്ഥാപകനായ റാവൽ ജയ്സാലാണ് ഈ തടാകം നിർമ്മിച്ചത്. പിന്നീട് മഹാരാജാവായിരുന്ന മഹാറാവൽ ഗഡി സിംഗ് ഇത് പുനർനിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഗഡിസാർ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഗഡിസർ തടാകത്തിലാണുള്ളത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. തടാകത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു കാട് പോലെ, കാടല്ല ചെറിയ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. ഒരു മന്ദിരം ഉണ്ട് ഇവിടെ, ഒരു അമ്പലം. വാട്ടർ ഷോൻ്റെ ഒരു ഇതും കാണുന്നുണ്ട് അവിടെ. നൈറ്റിൽ ഇവിടെ വാട്ടർ ഷോ ഉണ്ട് എന്നാ തോന്നണേ കണ്ടിട്ട്. പിന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ബോട്ട് സഫാരിയാണ്. പിന്നെ പെഡൽ ബോട്ടും ഉണ്ട്, നമുക്ക് തന്നെ ചോട്ടി പോകാവുന്ന പെഡൽ ബോട്ടും ഉണ്ട്. ബോട്ടിങ്ങിലേക്കുള്ള എൻട്രൻസ് ആണിത്. ബോട്ടിങ് പെഡൽ ബോട്ടൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. ഗഡിസാർ തടാകത്തിൽ നിന്ന് നേരെ പോയത് പട്ടുവോങ്കി ഹവേലിയിലേക്കാണ്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. यहाँ बंद और इसको यहाँ बंद और इसकी चोटी में बंद। ये गाइस मैम आप 2 सेकंड मेरी बातें सुनो। मैं जादू नहीं हूँ। ഹലോ, നമ്മളിപ്പോ ഉള്ളത് പട്ടുവ ഹവേലി എന്നുള്ള ഒരു ആർക്കിടെക്ചർ വിസ്മയത്തിന് മുന്നിലാണ്. ഗുമൻ ചന്ദ് പട്ടുവ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ 5 മക്കൾക്ക് വേണ്ടി നിർമ്മിച്ച 5 മണിമാളികകളാണ് നമ്മളിപ്പോ കാണുന്നത്. ആർക്കിടെക്ചറിന്റെ ഒരു വിസ്മയ ലോകം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരുപാട് ജാലകങ്ങളും ജനലുകളും ഒരുപാട് കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല ഒരു വിസ്മയം തന്നെ, വിസ്മയ ലോകം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജയ്സൽമീർ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അത് ഒരാൾക്ക് വരുന്നത് 150 രൂപയാണ്. ഞങ്ങൾ ഉള്ളിൽ പോയിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. അപ്പോ ഉള്ളിലെ കാഴ്ചകൾ എന്താന്ന് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുന്നത് ഏതായാലും വർത്തായിട്ടുള്ള ഒരു സംഗതി തന്നെ. ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. റീൽസ് ജയ്സൽമീർ നടിച്ചാല് കാണുന്ന റീലിൽ കാണുന്ന ഭാഗമാണിത്. നമ്മള് ഹാംബർ ഫോർട്ടിന്റെ ജയ്പൂരിൽ ഹാംബർ ഫോർട്ടിന്റെ ഉള്ളിലുള്ള അതുപോലത്തെ റൂം
ശീഷ് മഹൽ പോലത്തെ കണ്ണാടി കൊണ്ട് നിർമ്മിച്ച റൂം നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു കാൻഡിൽ വെച്ചാൽ തന്നെ മുഴുവൻ എല്ലായിടത്തേക്കും പ്രകാശം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു റൂം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ये क्लोज हम करते हैं रात को 12 बजे 1 बजे फिक्स नहीं है।